ഹായ് മക്കളെ, ഇത്തവണത്തെ ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ മുഴുവനായിട്ടും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിലുള്ള എല്ലാ എക്സാം പോയിന്റുകളും നിങ്ങൾക്ക് അറിയാം, ഇതിലൊക്കെ പറയുന്ന ഡിസ്കോസുകൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ കുറച്ച് ഗ്രാമറൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഓണം എക്സാമിന് നമ്മൾ റെഡിയാണ്. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. 2 യൂണിറ്റ് എന്നായിട്ട് 6 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ വർഷത്തെ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നല്ല മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ളത്. 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോയർ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് അതിൻ്റെ ചെറിയൊരു ഓർമ്മക്കുറിപ്പിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് നിന്നൊക്കെ കഴിഞ്ഞ ഓണം എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാം പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് 3 ചാപ്റ്റേഴ്സാണത്. ഇതാണ് ആ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. കുഞ്ഞു കവിതയാണ്, പക്ഷേ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ചിലപ്പോൾ ആ വരികൾ തന്നിട്ട് അതിലുള്ള പോയറ്റിക് ഡിവൈസുകളോ വാക്കുകളുടെ അർത്ഥമൊക്കെ പിക്ക് ചെയ്യാൻ ചോദിക്കും. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയുടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫണ്ണി സ്റ്റോറിയാണ്, പക്ഷെ അതിൽ നിന്നും നല്ല ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഡേ മൈ വേൾഡ് ചേഞ്ചഡ് എന്ന് പറഞ്ഞിട്ടുള്ള മലാല യൂസുഫ് സായിയുടെ അവരുടെയും ഒരു ഓർമ്മക്കുറിപ്പിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. മക്കൾ നല്ലോണം ഇരുന്ന് ശ്രദ്ധിച്ച് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തരുന്ന നോട്ടുകളൊക്കെ നോക്കിയിട്ട് എല്ലാം പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിനൊക്കെ ചോദിക്കുന്ന ഡിസ്കോസുകളും അതിൻ്റെ ഫോർമാറ്റുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു പേടിപ്പെടുത്തുന്ന ഒരു സാധനമേ ഉള്ളൂ, അത് നമ്മുടെ ഗ്രാമറാണ്. ഗ്രാമറും നമ്മൾ എക്സാമുകളിലേക്ക് പോകുന്നതിന് മുന്നേ മുഴുവനായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കും. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. വർണ്ണിത മിസ് നിങ്ങളുടെ കൂടെയുണ്ട്, എജുപോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പഠിക്കാനുണ്ടാ, വേഗം വാ, നമുക്കിനി വരാനിരിക്കുന്ന ലൈവുകളിലൊക്കെ ഇത് കവർ ചെയ്തെടുക്കാനുണ്ടെന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തൊന്ന് പോയി പറയാം. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങളുടെ ഫീഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഫീഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഐ വിൽ സീ യു ദേർ. ബൈ.